ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC സ്റ്റാർട്ട് സ്മാർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നെറ്റ് എക്സാമിൻ്റെ 2007 ഡിസംബറിൽ ചോദിച്ച മുൻവർഷ ചോദ്യ പേപ്പറിലെ ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസും ബന്ധപ്പെട്ട ഫാക്ട്സും ആണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ദ ഓതർ ഓഫ് ദ പ്രൊവോക്ഡ് ഹസ്ബൻഡ് വാസ് കോളി സിബർ ആണ് ഇവിടുത്തെ ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, അദ്ദേഹം was an English actor, playwright and a poet laureate. Okay, he is an English actor, playwright and a poet laureate. ഈ പ്ലേ പബ്ലിഷ് ചെയ്ത വർഷം ഓർത്ത് വെക്കുക 1728. The play was published in 1728. ഇതൊരു കോമഡി പ്ലേ ആണ്. ഇതിന്റെ ജോണർ എന്ന് പറയുന്നത് കോമഡി പ്ലേ ആണ്. ബേസ്ഡ് ഓൺ ദ ഫ്രാഗ്മെന്റ്സ് ഓഫ് ദ പ്ലേ റിട്ടൺ ബൈ ജോൺ വാൻബർഗ്. ഓക്കെ, ജോൺ വാൻബർഗിന്റെ ആശയങ്ങളിൽ നിന്നും എടുത്ത ഒരു കൃതിയാണ് ദ പ്രൊവോക്ഡ് ഹസ്ബൻഡ്. ഇത് എഴുതിയത് കോളി സിബറാണ്. And it was published in the year 1728. Okay, he was an English actor, playwright and poet laureate. Clear അല്ലേ? അടുത്ത ചോദ്യം, who among the boys is Golding's Lord of Flies is associated with Christ? ഓപ്ഷൻ ഡി ആണ്, സൈമൺ ആണ് ശരി ഉത്തരം. അപ്പോൾ വില്യം ഗോൾഡിംഗ് ഒരു നൊബൽ പ്രൈസ് വിന്നർ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഈ ലോർഡ് ഓഫ് ഫ്ലൈസ് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്ത വർഷം ഓർത്ത് വെക്കുക 1954 ആണ്. ഇതിന്റെ പ്ലോട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് കൺസേൺഡ് എ ഗ്രൂപ്പ് ഓഫ് ബ്രിട്ടീഷ് ബോയ്സ് ഹു ആർ സ്ട്രാൻഡഡ് ഓൺ ആൻ അൺഇൻഹാബിറ്റഡ് ഐലൻഡ്. ഓക്കെ, ആൻഡ് ദേ ആർ മേക്കിംഗ് ആൻ അറ്റംപ്റ്റ് ടു ഗവേൺ ദംസെൽഫ്. ഓക്കെ, ഡിസാസ്ട്രസ് അറ്റംപ്റ്റ് അവർ നടത്തുകയാണ്. അവരെന്ത് ചെയ്യുന്നു? അവരെ തന്നെ ഭരിക്കാനുള്ള ഗവേൺ ദംസെൽഫ്. അതാണ് ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ലോർഡ് ഓഫ് ഫ്ലൈസ് പബ്ലിഷ് ചെയ്ത വർഷം തീർച്ചയായിട്ടും ഓർത്ത് വെക്കുക 1954 ആണ്. അത് എഴുതിയത് വില്യം ഗോൾഡിംഗ് ആണ്. അദ്ദേഹം ഒരു നൊബൽ പ്രൈസ് വിന്നർ ആണെന്നും ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ദ കംപ്ലീറ്റ് ടൈറ്റിൽ ഓഫ് സ്റ്റേൺസ് നോവൽ ട്രിസ്ട്രം ഷാൻഡി. അത് കംപ്ലീറ്റ് ടൈറ്റിൽ ഓപ്ഷൻ സി ആണ്, ദ ലൈഫ് ആൻഡ് ഒപ്പീനിയൻ ഓഫ് ട്രിസ്ട്രം ഷാൻഡി ജെന്റിൽമാൻ. ലോറൻസ് സ്റ്റേൺസ് ഇത് ഇൻസ്പയർ ചെയ്തിരിക്കുന്നത് ഡോൺ ക്വിക്സോട്ടിൽ നിന്നാണ്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 9 volumes and the first 2 published in the year in 1759. ഓക്കെ, ബാക്കി ഉള്ള 7 volumes അടുത്ത നെക്സ്റ്റ് 7 ഇയേഴ്സിലാണ് അത് പബ്ലിഷ് ചെയ്തത് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, ദ ഫെമിനൈൻ എൻഡിങ് റെഫേഴ്സ് ടു. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ, ദ എൻഡിങ് ഓഫ് എ നോവൽ ഇൻ ആൻ അൺസ്ട്രെസ്ഡ് സിലബിൾ. ഓർത്ത് വെക്കുക, ഫെമിനൈൻ എൻഡിങ് ഇവിടെ റെഫർ ചെയ്യുന്നത് ദ എൻഡിങ് ഓഫ് എ നോവൽ ഇൻ ആൻ അൺസ്ട്രെസ്ഡ് സിലബിൾ. ക്ലിയർ. അടുത്ത ചോദ്യം, ദ എസ്സേ ദ ഡെത്ത് ഓഫ് ദി ഓതർ ഈസ് റിട്ടൺ ബൈ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരി ഉത്തരം, റോളൻ ബാർത്തസ്. ഇദ്ദേഹം ഒരു ഫ്രഞ്ച് ലിറ്റററി ക്രിട്ടിക് ആണ്. ഈ എസ്സേ എഴുതിയത് വർഷം ഓർത്ത് വെക്കുക ഇൻ 1967. ഓക്കെ, ദ ഡെത്ത് ഓഫ് ദ ഓതർ എസ്സേ എഴുതിയത് 1967 എ ഫ്രഞ്ച് ലിറ്റററി ക്രിട്ടിക് ആൻഡ് തിയറിസ്റ്റ് ആണ് റോളൻ ബാർത്തസ്. ഇദ്ദേഹം ആർഗ്യൂ ചെയ്തത് ദ ട്രഡീഷണൽ ലിറ്റററി ക്രിറ്റിസിസം. ഹി ആർഗ്യൂഡ് ദ ട്രഡീഷണൽ ലിറ്റററി ക്രിറ്റിസിസം പ്രാക്ടീസ് ഓഫ് റിലേയിങ് on the intention and biography of an author to definitely explain the ultimate meaning. Okay, ultimate meaning explain ചെയ്യാനായിട്ട് അത് റിലേ ചെയ്യുന്നത് ഇന്റൻഷൻസ് ആൻഡ് ബയോഗ്രഫി ഓഫ് ഓതർ ആണ്, ട്രഡീഷണൽ ക്രിറ്റിസിസത്തെ സംബന്ധിച്ച്. ഓക്കെ, ഇതാണ് അദ്ദേഹം ആർഗ്യൂ ചെയ്തത്. അദ്ദേഹം ഫ്രഞ്ച് ലിറ്റററി ക്രിട്ടിക് ആൻഡ് തിയറിസ്റ്റ് ആണെന്നും പിന്നെ ഈ ഡെത്ത് ഓഫ് ദ ഓതർ എന്ന് പറയുന്ന എസ്സേ പബ്ലിഷ് ചെയ്ത വർഷവും ഓർത്ത് വെക്കുക 1967 ആണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, Salman Rushdie's Shame is set in. It is set in Pakistan. ഓർത്ത് വെക്കുക, ഇത് പാകിസ്ഥാനിലാണ്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1983. ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ് ഇൻ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, മിൽട്ടൺസ് പാരഡൈസ് ലോസ്റ്റ്. അതിന്റെ വർഷം ഒന്ന് ഓർത്ത് വെക്കുക 1667 ആണ്. ഓക്കെ, 1667 ആണ്. പിൽഗ്രിം പ്രോഗ്രസ് ബൈ ബാനിയൻ 1678 ആണ്. ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ദ ഹിൻഡ് ആൻഡ് ദ പാന്തർ 1687. ഓക്കെ, ആൻഡ് ദ ഹിറ്റ്സ്റ്റൺസ് മെമ്മോയർസ് ഇൻ ദ ഇയർ 1806. ഓക്കെ, 1806 1806 എന്നാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സോറി, ദ ലിറ്റിൽ മിനിസ്റ്റർ ഈസ് എ നോവൽ ബൈ. എട്ടാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ്, ജെയിംസ് എം ബാരിയർ.
Okay, Little Minster is a novel by James M. Barrie. It's a popular sentimental novel published in 1891. Orthweka, it is a novel published in 1891. Okay, next question. Which Augustan writer epitaph reads, "One who strove with all his might to champion liberty"? Okay, answer B. Jonathan ആണ് കേട്ടോ. ജോനത്തൻ സ്വിഫ്റ്റിന്റെ എപ്പിറ്റഫ്, അദ്ദേഹത്തിന്റെ കല്ലറയിൽ എഴുതിയിരിക്കുന്ന വാചകമാണ് എന്ത്? One who strove means one who hard works, or yes, hard works with all his mights to champion liberty എന്നുള്ളതാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. In which of the following novels incident relating to the declaration of emergency in India in 1975 figures? അത് നമ്മുടെ റോഹിൻടൺസ് മിസ്റ്ററിയുടെ സച്ച് എ ലോങ് ജേർണി. ഓക്കെ, അത് ബോംബെയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. 1971 തൊട്ടുള്ള സ്റ്റോറിയാണ് അതിൽ കാണിക്കുന്നത്. ഓക്കെ, അടിയന്തരാവസ്ഥ കാലത്തെ ഉള്ള ഇന്ത്യയെക്കുറിച്ചുള്ളതും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, അദ്ദേഹം ഒരു കനേഡിയൻ ഇന്ത്യൻ റൈറ്ററാണ് റോഹിൻടൺ മിസ്റ്ററി എന്ന് പറയുന്നത്. പിന്നെ ഈ ബുക്കിനെ കുറിച്ചുള്ള ചില അല്ലെങ്കിൽ അത് പ്രത്യേകതകൾ അല്ലെങ്കിൽ അവാർഡുകൾ നേടിയിട്ടുണ്ട്. ആ അവാർഡുകൾ കിട്ടിയ വർഷങ്ങൾ നമുക്കൊന്ന് നോക്കാം. 1991 അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു, ബുക്കർ പ്രൈസിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ 1991 തന്നെ ഗവർണർ ജനറൽ അവാർഡ് കിട്ടിയതാണ് ഈ സച്ച് എ ലോങ് ജേർണി എന്ന് പറയുന്ന ബുക്ക്. പിന്നെ കോമൺവെൽത്ത് റൈറ്റർ പ്രൈസും ഇത് നേടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് ഓർക്കുക. Okay, Rohinton Mystery, he is a Canadian Indian writer. Okay, such a long journey. It is awarded in 1991 the Booker Prize shortlist ചെയ്യപ്പെട്ടു, and it awarded the Governor General Award and the Commonwealth Writer Prize 1991 തന്നെ അതിന് ലഭിച്ചു എന്നുള്ളതും നമ്മൾ എന്ത് ചെയ്യുക, ഓർക്കുക. Okay, identify the matching pair. Next question. അതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബിയും സിയും എന്ന് നമുക്ക് പറയാം കേട്ടോ. ബി ആൻഡ് സി ഇവിടെ ശരിയായിട്ടുള്ളതാണ്. ഇവിടെ എഡ്വേർഡ് സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേയിലെ ക്യാരക്ടർ ഏതാണ് ശരിക്കും? യെസ്, ഇതാണ് കേട്ടോ. ഗാവ്സ്റ്റൺ എന്ന് പറയുന്നതാണ് എവിടെ വരുന്നത്. ഇത് രണ്ടും ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് തെറ്റിച്ച് തന്നിരിക്കുന്നതാണ് നമുക്ക് ശരിയായിട്ടുള്ള കണ്ടുപിടിക്കാനായിട്ട്. സെനോക്രാറ്റ് എന്ന് പറയുന്നത് ടിംബർലൈനിലെ ഒരു ക്യാരക്ടറാണ്, ആൻഡ് എഡ്വേർഡ് സെക്കൻഡിലെ ക്യാരക്ടറാണ് ഗാവ്സ്റ്റൺ. ഓർത്തു വെക്കുക. ഇവിടുത്തെ ശരി ഉത്തരങ്ങൾ സ്പാനിഷ് ട്രാജഡിയിലെ എന്താണ് ഹൊറേഷ്യോ, ദ ജ്യൂ ഓഫ് മാൾട്ടയിലെ ബാർബറസ് എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫ്യൂച്ചർ റൂയിൻ ഓഫ് ട്രോയ് ആൻഡ് ദ മർഡർ ഓഫ് അഗമെമ്നൻ ആർ റെഫേർഡ് ടു ബി. ഓക്കെ, ഒരു മിനിറ്റ്. യെസ്, നമുക്ക് നോക്കാം. The future ruin of Troy and the murder of Agamemnon are referred to be W.B. Yeats. W.B. Yeatsന്റെ ഏറ്റവും one of the most famous poem ആണ് കേട്ടോ. അത് ഏതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. The Second Coming ആണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ one of the most famous poems, വർഷം ഓർത്തു വെക്കുക, which was written in 1919, soon after the end of World War First അവസാനിച്ചത് ശേഷം ആദ്യം അദ്ദേഹം എഴുതിയ ഒരു കൃതിയാണ്. ഓക്കെ, ദ സെക്കൻഡ് കമ്മിങ് W.B. Yeatsന്റെ ആണ്. ട്രോയ് ആൻഡ് ദ മർഡർ ഓഫ് അഗമെമ്നൻ ആണ് ഇവിടെ റെഫർ ചെയ്യപ്പെടുന്നത്. ദ സെക്കൻഡ് കമ്മിങ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇൻസ്കേപ്പ് റെഫേഴ്സ് ടു. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ഇൻഡിവിജ്വേറ്റിംഗ് ക്യാരക്ടർ ഓഫ് എ നാച്ചുറൽ തിങ്. ഇവിടെ GM ഹോപ്കിൻസ് ആണ് ഈ ടേം യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻസ്കേപ്പ് ആൻഡ് ഇൻസ്ട്രസ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് GM ഹോപ്കിൻസ് ആണ്. ഓക്കെ, അതിൽ ഓർത്തു വെക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇത് ഈ ഒരു കലാസൃഷ്ടിയിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കവിതകളിലൊക്കെ യാന്ത്രികമായിട്ടും, അല്ലെങ്കിൽ ഇതെന്താണ് അതിലെ ഒരു വ്യക്തിയോ വസ്തുവിനെയോ അതിൻ്റെ അതുല്യമായിട്ടുള്ള ആന്തരിക സ്വഭാവം കാണിക്കാനായിട്ട് കാണിക്കുന്ന ഒരു അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നതാണ് ഈ ഇൻസ്കേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ GM ഹോപ്കിൻസ് ആണ് ഈ ടേം കോയിൻ ചെയ്തത് എന്നുള്ളതും ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. In which of these plays does Edward Albee uses the success myth? Okay, 14th question, option C ആണ്. അമേരിക്കൻ ഡ്രീം എന്നുള്ള പ്ലേയിലാണ് സക്സസ് മിത്ത് എഡ്വേർഡ് ആൽബി യൂസ് ചെയ്യുന്നത്. ഓക്കെ,
ആൻഡ് ഇത് പബ്ലിഷ് ചെയ്ത വർഷം ഒന്ന് ഓർത്ത് വെക്കുക, 1961 അമേരിക്കൻ ഡ്രീം. ഇതൊരു വൺ ആക്ട് പ്ലേ ആണ് കേട്ടോ, ബൈ അമേരിക്കൻ പ്ലേ റൈറ്റ് എഡ്വേർഡ് ആൽബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വോയിസ് ഓഫ് പോയട്രി കംസ് ഫ്രം എ region above us, a plane of our being above and beyond our personal intelligence. Who among the following is the author of the above lines? സർ അരബിന്ദോയാണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അദ്ദേഹം he was an Indian philosopher, യോഗി, മഹർഷി, പോയറ്റ് ആൻഡ് ഇന്ത്യൻ നാഷണലിസ്റ്റിലൊക്കെ എന്ത് ചെയ്തു, പങ്കെടുത്തു. പിന്നെ അദ്ദേഹം എന്താണ്, സ്പിരിച്വൽ ലൈഫിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നു, മാറുകയാണ്. He was a journalist and editing a newspaper of Bande Mataram എന്നൊക്കെ ഉള്ള പത്രത്തിൽ അദ്ദേഹം എഡിറ്ററായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കോട്ടാണ്, The voice of poetry comes from a reign above us, a plane of our being above and beyond our personal intelligence. ഓക്കെ, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. The number of poems in Sidney's sonnet sequence Astrophil and Settle is option D. 108 സോണറ്റ്സും 11 സോങ്സും അടങ്ങുന്നതാണ് ആസ്ട്രോഫിൽ ആൻഡ് സ്റ്റെല്ല എന്ന് പറയുന്ന ഫിലിപ്പ് സിഡ്നിയുടെ സോണറ്റ് ഉൾപ്പെടുന്നത് എന്നുള്ളത് ഓർക്കുക. പ്രോബബ്ലി കമ്പോസ്ഡ് ഇൻ, ആ വർഷവും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക, 1508. ഓക്കെ, 1508 ആണ്. ഫിലിപ്പ് സിഡ്നീസ് ആസ്ട്രോഫിൽ ആൻഡ് സ്റ്റെല്ല is an English sonnet sequence containing 108 സോണറ്റുകളും 11 സോങ്സും ആണ് കേട്ടോ. ആൻഡ് 11 സോങ്സ്, അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. നെക്സ്റ്റ്, ജെയിം കോട്ട്സീസ് ഫോ, ശത്രു അല്ലെ, ഫോ എന്ന് പറഞ്ഞാൽ ഈസ് എ പോസ്റ്റ് മോഡേൺ റീടെലിംഗ് ഓഫ് റോബിൻസൺ ക്രൂസോയുടെ ആണ്. ഇദ്ദേഹം ഒരു സൗത്ത് ആഫ്രിക്കൻ നോവലിസ്റ്റ് ആണ്. ഓക്കെ, നോവൽ ലോറേറ്റ് ആണ് ജെയിം കോട്ട്സി എന്ന് പറയുന്നത്. അദ്ദേഹം പിന്നെ നൊബൽ പ്രൈസ് വിന്നറും കൂടെയാണ്, 2003 നൊബൽ പ്രൈസ് വിന്നറും കൂടെയാണ് എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ലിറ്ററേച്ചറിന് ഓക്കെ നൊബൽ പ്രൈസ് നേടിയ വ്യക്തിയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജോൺസൺസ് എഡിഷൻ, സാമുവൽ ജോൺസൺസ് എഡിഷൻ ഓഫ് ഷേക്സ്പിയർ അപ്പിയേഴ്സ് ഇൻ, ഏത് വർഷമാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ജോൺസൺ എഡിഷൻ ഓഫ് സാമുവൽ ജോൺസന്റെ എഡിഷൻ, നമ്മുടെ ശരിക്കും ആ വർക്ക് എന്ന് പറയുന്നത് ദ പ്ലേ ഓഫ് വില്യം ഷേക്സ്പിയർ എന്നാണ് കേട്ടോ. ദ പ്ലേ, ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ, ദ പ്ലേ ഓഫ് വില്യം ഷേക്സ്പിയർ. ഓക്കെ, ഇൻ ദ 18th century, നമ്മൾ ആൻസറിലേക്ക് പോയില്ല, ഓപ്ഷൻ ബി ആണ്, 1765 ആണ് കേട്ടോ. ദ പ്ലേ ഓഫ് വില്യം ഷേക്സ്പിയർ വാസ് ഇൻ ദ 18th century എഡിഷൻ ഓഫ് ഡ്രമാറ്റിക് വർക്ക് ഓഫ് വില്യം ഷേക്സ്പിയർസ് എഡിറ്റഡ് ബൈ, ഇവിടെ സാമുവൽ ജോൺസണും ഉണ്ട്, പിന്നെ നമ്മുടെ ജോർജ് സ്റ്റീവൻസനും ഉണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക, ജോർജ് സ്റ്റീവൻസൺ. ഇവർ രണ്ടുപേരുമാണ് ഇത് എഡിറ്റ് ചെയ്തത്. ആരുടെ വർക്കുകൾ? ഷേക്സ്പിയറിന്റെ വർക്കുകൾ. ഏത് പേരിലാണ്? ദ പ്ലേസ് ഓഫ് വില്യം ഷേക്സ്പിയർ എന്ന് പറഞ്ഞിട്ട് എഡിഷൻ നടത്തിയത്. ഓക്കെ, നെക്സ്റ്റ്, ദ മെയിൻ ക്യാരക്ടർ ഇൻ ഗോഗിൾസ് ഡെഡ് സോൾ ഈസ്, ഇതിലെ പ്രധാന ക്യാരക്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, എന്താണ്? ചിക്കോക്കോ ആണ് ഇതിലെ പ്രധാന ഡെഡ് സോൾ എന്ന് പറയുന്ന ക്യാരക്ടർ. ഓക്കെ, ഡെഡ് സോൾ ഈസ് എ നോവൽ ബൈ നിക്കോളിയ ഗൊഗോൾ. ദ ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ, ഈ വർഷം ഒന്ന് ഓർത്ത് വെക്കുക, 1842 കേട്ടോ. ആൻഡ് വൈഡ്ലി റിഗാർഡഡ് ആസ് ആൻ എക്സാമ്പിൾ ഓഫ് 19th century റഷ്യൻ ലിറ്ററേച്ചർ. ഓക്കെ, 19th century റഷ്യൻ ലിറ്ററേച്ചറിന്റെ ഒരു വർക്കായിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതും ഓർത്ത് വെക്കുക. ഓക്കെ, next question, after Shakespeare made his debut as a London playwright, he was described as an upstart crow by Robert Greene ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, 20th ക്വസ്റ്റ്യൻ്റെ ആൻസർ റോബർട്ട് ഗ്രീൻ ആണ്. നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് വാസ് ദ ഫസ്റ്റ് പ്ലേ ബൈ മിസ്സിസ് ഡോൾവേസ് കോൾഡ്? അത് ദ പാർട്ടിയാണ്. വെർജീനിയ വുൾഫിന്റെ ഒരു കൃതിയാണ് മിസ്സിസ് ഡോൾവേസ് പാർട്ടി എന്ന് പറയുന്നത്. ആ വർഷം ഒന്ന് ഓർത്ത് വെക്കുക, 1973 ആണ് കേട്ടോ. 1973 ആണ് എന്നുള്ളതും ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് കരീബിയൻ നോവൽസ് മേക്സ് ആൻ ഇന്റർടെക്സ്ച്വൽ റെഫറൻസ് ടു ജെയിൻ എയർ? ഓക്കെ, ഇവിടെ ആൻസർ
ദ വൈഡ് സർഗാസോ സീ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ശരി ഉത്തരം. ദ വൈഡ് സർഗാസോ സീ ഇൻ വർഷം ഒന്ന് ഓർത്ത് വയ്ക്കുക 1966 ആണ് കേട്ടോ. 1966 നോവൽ ബൈ ഡൊമിനിക്കൻ ബ്രിട്ടീഷ് ഓതറാണ് ജെയിൻ അയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ term metaphysical poet was first published by, okay, 23 ആൻസർ ബി ആണ് ഇവിടെയും. ഡോക്ടർ ജോൺസൺ ആണ്. ടു ഡിസ്ക്രൈബ് എ ലൂസ് ഗ്രൂപ്പ് ഓഫ് 17th century poets. ഓക്കെ, 17th century poetsന്റെ ഒരു ഗ്രൂപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ്. അവർ ഹൂസ് വർക്ക് വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഇനിഷ്യേറ്റീവ് യൂസ് ഓഫ് കൺസൈറ്റ് ആൻഡ് ഗ്രേറ്റർ എംഫസൈസ് ഓൺ ദ സ്പോക്കൺ rather than lyrical qualities of their words. അപ്പോൾ അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് സ്പോക്കൺ ആണ് അല്ലേ, rather than lyrical qualities. They greater emphasize on the spoken rather than lyrical qualities of their words. Okay, ഓർത്തു വെക്കുക. Only Connect is epigraph of the novel by 24 ഓപ്ഷൻ ഡി ആണ്. E.M. ഫോസ്റ്റർ ആണ് ഈ എപ്പിഗ്രാഫ് അദ്ദേഹം എഴുതി ചേർത്തത്. അദ്ദേഹത്തിൻ്റെ നോവൽ ഹൊവാർഡ് എൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള, ഓർത്തു വെക്കുക, ഹൊവാർഡ്സ് എൻഡിലാണ് ഈ ഫേമസ് എപ്പിഗ്രാഫ് അദ്ദേഹം കോട്ട് ചെയ്തിട്ടുള്ളത്. ഓൺലി കണക്ട് എന്ന് പറഞ്ഞിട്ടുള്ള വരികൾ. ഓക്കെ, നെക്സ്റ്റ്. ദ എക്സ്പ്രഷൻ ദൈ ഹാൻഡ് ഗ്രേറ്റ് അനാർക്ക് ഒക്കേഴ്സ് ഇൻ എ സറ്റയർ ബൈ 25 ഓപ്ഷൻ ബി ആണ്. പോപ്പ്, അലക്സാണ്ടർ പോപ്പിന്റെ ആണ്. ശരിക്കും ഇത് കൃതി, ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ അത് തന്നിട്ടുണ്ട്. It's an autobiographical sequel of Indian essayist Nirad C. Chaudhary. Okay, ആ വർഷം ഒന്ന് ഓർത്ത് വെക്കുക. ഇത് 1987ലാണ് നിരാജ് സി ചൗധരി ഇത് ഓട്ടോബയോഗ്രഫിക്കൽ സീക്വൻസ് ആയിട്ട് എഴുതുന്നത്. The autobiography of an unknown Indian. Its title was inspired from concluding couplet of Alexander Pope's The Dunciad. Okay, The ഡൺസിയാൽ എന്ന് പറഞ്ഞിട്ടുള്ള അലക്സാണ്ടർ പോപ്പിന്റെ കപ്ലറ്റിൽ നിന്നാണ് ഈ ഒരു വരികൾ എടുത്തിട്ട് അദ്ദേഹം നിരാജ് സി ചൗധരി ഒരു സറ്റയർ ആയിട്ട്, ഒരു പ്ലേ ആയിട്ട്, അല്ലെങ്കിൽ ഓട്ടോബയോഗ്രഫിക്കൽ സറ്റയർ ആയിട്ട് അതിനെ എന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. അത് പബ്ലിഷ് ചെയ്ത വർഷം ഓർത്ത് വെക്കുക, 1987 ആണ്. ഓക്കെ, ഇൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളെ, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് നോവൽസ് ബൈ ഗ്രഹാം ഗ്രീൻ ഡസ് ദ ലിറ്റിൽ ഗേൾ ബ്രിഗിറ്റ അപ്പിയേഴ്സ്? 26 ദ പവർ ആൻഡ് ദ ഗ്ലോറി എന്നുള്ളതാണ് ശരി ഉത്തരം. വർഷം ഓർത്ത് വെക്കുക, 1940 ആണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഓക്കെ, ദ പവർ ആൻഡ് ദ ഗ്ലോറി എന്ന് പറയുന്നത് ഗ്രഹാം ഗ്രീനിന്റെ നോവലാണ്. അതിലാണ് ക്യാരക്ടർ ലിറ്റിൽ ഗേൾ ബ്രിഗിറ്റ അപ്പിയർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1940. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.